തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനി വർക്കലയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി. പാപനാശം കുന്നിൽ നിന്നും ചാടി പരിക്കേറ്റ യുവതിയാണ് ബലാത്സംഗത്തിനിരയായെന്ന മൊഴി നൽകിയത്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. തിരുനെൽവേലി സ്വദേശികളായ വസന്ത്, കാന്തൻ എന്നിവരുടെ അറസ്റ്റാണ് വർക്കല പോലീസ് രേഖപ്പെടുത്തിയത്. ജനുവരി 3 ഉച്ചയ്ക്ക് 1:45 വർക്കല പാപനാശം ഹെലിപ്പാഡ് കുന്നിൽ നിന്നും യുവതി 30 അടിയോളം താഴ്ചയിലേക്ക് ചാടിയത്. കൈകാലുകൾക്ക് ഒടിവും ശരീരമാകെ പരുക്കേൽക്കുകയും ചെയ്തു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആത്മഹത്യാശ്രമമെന്നായിരുന്നു പോലീസ് ആദ്യം കരുതിയത്. എന്നാൽ താൻ ബലാത്സംഗത്തിനിരയായെന്നും രക്ഷപ്പെടാനാണ് കുന്നിൻ മുകളിൽ നിന്ന് ചാടിയതെന്നും യുവതി മൊഴി നൽകി. യുവതിക്കൊപ്പമുണ്ടായിരുന്ന വസന്തനെയും കാന്തനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പീഡനമെന്ന മൊഴി ലഭിച്ചതോടെ ഇരുവരും അറസ്റ്റിലായി. വസന്തുമായി സൗഹൃദത്തിലായിരുന്നു യുവതി. ഡിസംബർ 31 വസന്തിനൊപ്പം തിരുനെൽവേലിയിൽ നിന്നും പുറപ്പെട്ടത്. കന്യാകുമാരിയിലേക്കുള്ള യാത്രാമധ്യേ വസന്തിന്റെ സുഹൃത്തായ കാന്തനും ഇവർക്കൊപ്പം കൂടി. കന്യാകുമാരിയിലെ ഹോട്ടലിലും പീഡനത്തിനിരയായതായി യുവതി പറഞ്ഞു. കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയപ്പോൾ വസന്തിന്റെ മറ്റൊരു സുഹൃത്തായ ദിനേശും ഒപ്പം ചേർന്നു. വിവിധ സ്ഥലങ്ങളിലായി 4 ദിവസത്തോളം പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് യുവതിയുടെ മൊഴി. യുവാക്കൾ ജ്യൂസിൽ ലഹരി കലർത്തിയാണ് പീഡിപ്പിച്ചത്. വസന്ത്, കാന്തൻ എന്നിവരുടെ പേരിൽ മോഷണം, വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ദിനേശൻ സംഭവം നടന്നയുടൻ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.